ഹായ് ഓൾ, നമ്മൾ തിയറി ഓഫ് സ്ട്രക്ചർ 1-ൻ്റെ അടുത്ത ക്ലാസ് നോക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ നോക്കിയത്? റിയാക്ഷൻസ് എങ്ങനെ കണ്ടുപിടിക്കുന്നതായിരുന്നു അല്ലേ? സിംപ്ലി സപ്പോർട്ടഡിൽ പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുമ്പോൾ റിയാക്ഷൻസ് ആണ് പഠിച്ചത്. നമുക്കതിൻ്റെ കണ്ടിന്യൂഷൻ നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിലത്തെ ഒരു സമ്മറി ആയിരുന്നു നോക്കാം. ആദ്യം നമ്മൾ എന്താ നോക്കിയത്? മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ നോക്കി അല്ലേ? ഫോഴ്സിൻ്റെ പോയിന്റിൽ നിന്ന് ഫോഴ്സിലേക്കുള്ള ഡിസ്റ്റൻസിലേക്ക് കൈ നീക്കുക. ഫോഴ്സ് താഴോട്ടാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ താഴോട്ട് കൈവളയും. അപ്പോൾ ഇതെന്താണ്? ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് എൻ്റെ കൈ റൊട്ടേറ്റ് ആവുന്നത്. അപ്പം ഔട്ട് ഓഫ് പ്ലെയിൻ ആയിട്ട് പുറത്തോട്ട് വരുന്നു. അപ്പോൾ ഇതെന്താണ്? കത്തി വലിച്ചൂരുന്നതാണ് പോസിറ്റീവാണ്. ഇങ്ങനെ വരുമ്പോഴത്തേക്കും നെഗറ്റീവായിട്ട് കത്തി അകത്തോട്ട് പോവാണ്, നെഗറ്റീവാണ്. ഓക്കെ, ക്ലോക്ക് വൈസ് നെഗറ്റീവ്, ആൻറ്റി ക്ലോക്ക് വൈസ് പോസിറ്റീവ്. ഓക്കെ, അത് നമുക്ക് ഈ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം കേട്ടോ. നെക്സ്റ്റ് വി ലേൺ വാട്ട് ഈസ് പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സ് അല്ലെങ്കിൽ വാരിഗ്നൺസ് തിയറം എന്താണ്? വാരിഗ്നൺസ് തിയറം പറയുന്നത് ഒരു പോയിന്റിൽ നിന്ന് രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെന്ന് കരുതാം. ഓക്കെ, രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പോയിന്റിലേക്ക് ആ ഫോഴ്സസിൻ്റെ മൊമെന്റ് എന്ന് പറഞ്ഞാൽ, അതായത് ഈ പോയിന്റിൽ നിന്ന് നമ്മൾ F1 എന്നും F2 എന്നും പറഞ്ഞ ഫോഴ്സിലേക്കുള്ള മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ മൊമെന്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തിന് ഈക്വൽ ആയിരിക്കണം? ഈ ഫോഴ്സിന്റെ റിസൾട്ടന്റ് ഈ പോയിന്റിൽ ഉണ്ടാക്കുന്ന മൊമെന്റിന് ഈക്വൽ ആയിരിക്കണം. ഓക്കെ, നമ്മൾ ലോജിക്കലി ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാം. ഫോഴ്സ് രണ്ട് കോമ്പണൻസ് രണ്ടും ആഡ് ചെയ്തല്ലേ നമുക്ക് റിസൾട്ടന്റ് കിട്ടാറ്. അതേപോലെ തന്നെയും അതിന്റെ രണ്ടിന്റെയും മൊമെന്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടണം? റിസൾട്ടന്റ് ഉണ്ടാവുന്ന മൊമെന്റ് കിട്ടും. അത്ര ഓർത്താൽ മതി. അടുത്ത എന്താണ്? റിജിഡ് ബോഡി ഇക്വിലിബ്രിയം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. റിജിഡ് ബോഡി ഇക്വിലിബ്രിയത്തിനകത്ത് നോട്ട് ചെയ്യേണ്ട കാര്യം, നമ്മൾ 2D ബോഡീസിലാണ് പ്രോബ്ലം ചെയ്യുന്നുണ്ടാവും. 2D ബോഡീസ് ആയിട്ട് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ റിജിഡ് ബോഡി ഇക്വിലിബ്രിയം കണ്ടീഷൻസ് ഏതൊക്കെയാണ്? സിഗ്മ എഫ് എക്സ് ഈക്വൽ 0, സിഗ്മ എഫ് വൈ ഈക്വൽ 0, മൊമെന്റ് അബൌട്ട് എനി പോയിന്റ് ഈക്വൽസ് 0. ഓക്കെ, ഈ കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. പിന്നെ നമ്മൾ ടൈപ്പ് ഓഫ് ലോഡിങ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ അതിനെ പോയിന്റ് ലോഡ് എന്ന് പറയും. ഒരു ലെങ്ത്തിൽ ത്രൂ ഔട്ട് ആക്ട് ചെയ്യുന്നതാണെങ്കിൽ, ഓക്കെ, ത്രൂ ഔട്ട് ആ ബീമിന്റെ ലെങ്ത്തിൽ ആക്ട് ചെയ്യുന്നത്, ത്രൂ ഔട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ലെങ്ത് ആവണമെന്നില്ല, ഒരു പെർട്ടിക്കുലർ ലെങ്ത് വരെ ആവാം. അങ്ങനെയാണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എന്ന് പറയും. ഒരു പോയിന്റിൽ കൂടുതലും ഒരു പോയിന്റിൽ കുറവും എന്നുള്ള രീതിയിൽ വേരിയിങ് ചെയ്തുകൊണ്ടാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? യൂണിഫോംലി വേരിയിങ് ലോഡ് എന്ന് പറയും. ഓക്കെ, അടുത്തെന്താണ്? ടൈപ്പ് ഓഫ് സപ്പോർട്ടും ടൈപ്പ് ഓഫ് ബീംസും പറഞ്ഞു. ബീംസിനകത്ത് തന്നെ നമ്മൾ കാൻഡിലിവർ, സിംപ്ലി സപ്പോർട്ടഡ്, ഓവർ ഹാങ്ങിങ്, ഫിക്സ്ഡ് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സപ്പോർട്ടിനകത്ത് നമ്മൾ റോളർ സപ്പോർട്ട് പറഞ്ഞു. റോളർ സപ്പോർട്ട് നമ്മൾ ഇങ്ങനെയും റെപ്രസെന്റ് ചെയ്യാറുണ്ട്, ഇങ്ങനെയും റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഹിഞ്ച് അല്ലെങ്കിൽ പിൻഡ് സപ്പോർട്ട് എന്ന് പറഞ്ഞു. ഇത് എന്താണെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? റോളർ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ റോളർ സ്കേറ്റ് പോലെ ആയിരിക്കും. പിൻ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ നോട്ടീസ് ബോർഡിലൊക്കെ വെക്കുന്ന പിന്ന് പോലെ ആയിരിക്കും. ഫിക്സ്ഡ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ പിടിച്ചു വെച്ചിരിക്കുന്ന പോലെയാണ്. നമ്മൾ ഒരു പോയിന്റ് പിടിച്ചു വെച്ചിരിക്കുന്ന പോലെ ആയിരിക്കും. അതാണ് ഫിക്സ്ഡ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ സപ്പോർട്ട് റിയാക്ഷൻസിനകത്ത് സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുമ്പോഴുള്ള കണ്ടീഷൻസ് നമ്മൾ ചെയ്ത് നോക്കിയിട്ടുണ്ട്. നമുക്കിനി അടുത്ത കണ്ടിന്യൂഷൻ ക്വസ്റ്റ്യൻസ് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ആദ്യം യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാം, പിന്നെ യൂണിഫോംലി വേരിയിങ് ലോഡ് വന്നാൽ എങ്ങനെ ചെയ്യാം, കോമ്പിനേഷൻ ഓഫ് ലോഡ്സ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാം. ഓക്കെ, അതും നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടെ ആയിട്ടാണ് നോക്കുന്നത്. അപ്പോൾ നോക്കാം. ക്വസ്റ്റ്യൻ നോക്കിയേ. A simply supported beam AB of span 9 meter carries a UDL of 10 kN per meter over its entire length. Calculate the reactions. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇതിൻ്റെ ഫിഗർ വരയ്ക്കണം. ഓക്കെ, ഇത് സിംപ്ലി സപ്പോർട്ടഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു എൻഡിൽ പിൻഡ് സപ്പോർട്ടും മറ്റേ എൻഡിൽ റോളർ സപ്പോർട്ടും വരച്ചു. ഓക്കെ, ഇനി ഇതിൻ്റെ മേളിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? UDL എന്നാണ് പറഞ്ഞിരിക്കുന്നത്. UDL നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇതാ ഈ കാണിച്ചിരിക്കുന്ന പോലെ കേട്ടോ. നമ്മൾ UDLനെ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഒരു റെക്ടാങ്കിൾ പോലെ ആയിരിക്കും ഉണ്ടാവുക. ഇതിൻ്റെ ഹൈറ്റ് എത്രയായിരിക്കും? ഇത് എന്ന് പറഞ്ഞാൽ 10 kN per meter ആയിരിക്കും. ഓക്കെ, ലെങ്ത് എത്രയായിരിക്കും? 9 മീറ്റർ ആയിരിക്കും. സ്പാനിൻ്റെ A എന്നാണ് ഇതിൻ്റെ പേര്, B എന്നാണ് ഇവിടെ പറയുന്നത്. ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കണം. ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സസിനെ എടുത്ത് വരയ്ക്കുന്നതിനെയാണ് ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് പറയുന്നത്. എന്ത് വരും? RA എന്ന് പറഞ്ഞൊരു റിയാക്ഷൻ വരും, RB എന്ന് പറഞ്ഞൊരു റിയാക്ഷൻ വരും. ഇവിടെ ഹൊറിസോണ്ടൽ ആയിട്ട് റിയാക്ഷൻ ഉണ്ടാവുമോ? ശ്രദ്ധിക്കുക, ഹൊറിസോണ്ടൽ ആയിട്ട് ഫോഴ്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഉണ്ടാവില്ല. ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഉണ്ടാവുക തന്നെ എവിടെയാണ്? ഈ പിൻ സപ്പോർട്ടിൽ മാത്രമേ ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് ഇനി എന്താ ഉള്ളത്? ഇവിടെ UDL ആണ് ആക്ട് ചെയ്യുന്നത് അല്ലേ? UDL നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു റെക്ടാങ്കിൾ ആയിട്ടാണ് വരയ്ക്കുന്നത്. വരച്ചല്ലോ? ഓക്കെ, ഇത് 10 kN per meter എന്നും ഇത് 9 മീറ്റർ എന്നും കിട്ടി. ഇനി ഇതിൻ്റെ അർത്ഥം ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്താണ് ഈ 10 kN per meter എന്ന് പറഞ്ഞാൽ? ഒരു മീറ്ററിൽ 10 kN ആക്ട് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്.
അങ്ങനെ നമുക്ക് മൊത്തം എത്ര ലെങ്ത് ഉണ്ട്? 9 മീറ്റർ ഉണ്ട്. അപ്പോൾ ടോട്ടൽ ലോഡ് എന്തായിരിക്കും? ഈ 10 × 9 ആയിരിക്കില്ലേ? അതിനർത്ഥം എന്താണ്? ഏരിയ ഓഫ് ദിസ് റെക്ടാങ്കിൾ ആണ് നമ്മുടെ ടോട്ടൽ ലോഡ്. അപ്പം ടോട്ടൽ ലോഡ് ഡ്യൂ ടു UDL എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ ആണ്. ഏത് റെക്ടാങ്കിൾ ആണ്? ഈ UDL ഉണ്ടാവുന്ന റെക്ടാങ്കിൾ ആണ്. എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബേസ് ഇൻറ്റു ഹൈറ്റ് ആയിരിക്കും അല്ലേ? ഈ വാല്യൂ എത്രയാണ് വരിക? 9 × 10 ഈക്വൽസ് 90 കിലോ ന്യൂട്ടൺ. യൂണിറ്റ്സ് ശ്രദ്ധിക്കണേ. അടുത്തെന്താണ്? ഈ ലോഡ് ഇപ്പം നമുക്ക് ഈ ടോട്ടൽ ലോഡ് മാറി എന്ന് വെച്ചല്ലേ, ഈ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് നമ്മളൊരു ടോട്ടൽ ലോഡാക്കി മാറ്റി. ഈ ടോട്ടൽ ലോഡ് എവിടെയായിരിക്കും ആക്ട് ചെയ്യുക? ഈ റെക്ടാങ്കിൾ അല്ലേ ഇത്? ഇതൊരു സിമെട്രിക് സ്ട്രക്ചർ അല്ലേ? ഇതിൻ്റെ സെൻട്രോയിഡ് എവിടെയായിരിക്കും? ഇതിൻ്റെ ഒത്ത നടുക്കായിരിക്കും അല്ലേ? അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലായിട്ടാണ് എന്ത് ആക്ട് ചെയ്യേണ്ടത്? ഈ 90 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്യേണ്ടത്. ഓക്കെ, മനസ്സിലാക്കുക. നമ്മളുടെ UDL എന്ന് പറഞ്ഞാൽ ഒരു റെക്ടാങ്കിൾ പോലെ ആയിരിക്കും ഉണ്ടാവുക. അപ്പം ആ റെക്ടാങ്കിളിലെ സെൻട്രോയിഡ് എവിടെയായിരിക്കും? ആ റെക്ടാങ്കിളിലെ സെൻട്രലായിരിക്കും. അവിടെയാണ് നിങ്ങളുടെ ഈ ടോട്ടൽ ലോഡ് ആക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പം പോയിന്റ് ഓഫ് അപ്ലിക്കേഷൻ എവിടെയായിരിക്കും? പോയിന്റ് ഓഫ് അപ്ലിക്കേഷൻ will be equal to B/2 equals 4.5 മീറ്റർ എന്ന് വരും. അപ്പോൾ നമുക്ക് ഈ ഒരു വലിയൊരു സ്ട്രക്ചർ കിട്ടിയതിനെ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത്ര സിമ്പിളാക്കി മാറ്റാം. എന്താ പറ്റിയത്? ഒരു 90 കിലോ ന്യൂട്ടൺ എന്ന് പറഞ്ഞൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. എവിടെയാണ് ആക്ട് ചെയ്യുന്നത്? ഇവിടെ 4.5 മീറ്റർ, ഇവിടെയും 4.5 മീറ്റർ. ഇത് RA, ഇത് RB. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പ്രോബ്ലത്തിന് സെയിം ആയില്ലേ? സെൻട്രലായിട്ട് ഒരു ലോഡ് ആക്ട് ചെയ്യുന്നു. അപ്പം എഡ്ജിൽ എത്ര വരും? സപ്പോർട്ട്സ് എന്തായിരിക്കും വരും നോക്കാം. ഇത് സിമെട്രിക് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യാണ്? ഡ്യൂ ടു സിമെട്രി എന്ന് പറഞ്ഞിട്ട് പറയാണ് കേട്ടോ. ഡ്യൂ ടു സിമെട്രി വി ഹാവ് RA ഈക്വൽസ് RB ഈക്വൽസ് എന്തായിരിക്കും? 45 കിലോ ന്യൂട്ടൺ. ഓക്കെ, മനസ്സിലായില്ലേ? അടുത്ത നമുക്ക് എന്ത് ചെയ്യാം? യൂണിഫോംലി വേരിയിങ് ലോഡ് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. യൂണിഫോംലി വേരിയിങ് ലോഡിന് പ്രോബ്ലം നോക്കി. എ സിംപ്ലി സപ്പോർട്ടഡ് ബീം AB ഓഫ് സ്പാൻ 6 മീറ്റർ carries a uniformly varying load from 0 at end A to 1 kN/meter at end B. Calculate the reactions. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇവിടെയും ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീം വരയ്ക്കാം. ഒരു ഹിഞ്ച്, ഒരു റോളർ. ഓക്കെ, ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? AB ആണെന്ന് വിചാരിക്കുന്നത്. എൻ്റെ എയും ബിയും സ്പാൻ എത്രയാണ്? 6 മീറ്റർ ആണ്. ശരി, UVL ആണെന്ന് പറഞ്ഞു. UVL എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിഫോംലി വേരിയിങ് ലോഡ് ആണ്. ഓക്കെ, അത് 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എൻഡ് എയിൽ. എൻഡ് ചെയ്യുന്നത് എവിടെയാണ്? എൻഡ് ബിയിൽ 1 kN/meterലാണ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഇങ്ങനെയാണ് ഉണ്ടാവുന്നത്. ഇവിടെ 0 എന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇവിടെ 1 kN/meterൽ എൻഡ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ റിയാക്ഷൻസ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക? നമ്മളുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെയും ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാം. ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുമ്പോൾ എന്ത് കിട്ടും? യു ഹാവ് RA, യു ഹാവ് RB, പിന്നെ നമ്മളുടെ യൂണിഫോംലി വേരിയിങ് ലോഡും വന്നു. ഇങ്ങനെയാണ് യൂണിഫോംലി വേരിയിങ് ലോഡ് വരുന്നത് അല്ലേ? ശരി, ഇവിടെ 1 kN/meter എന്നും വന്നു, ഇവിടെ 6 മീറ്റർ എന്നും വന്നു. ഇനി നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചേ, ഇതെങ്ങനെയാണ്? ഒരു ട്രയാങ്കിൾ പോലെയാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ? ഇവിടെ 0 എന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ 1 വരെ. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ലോഡ് എത്രയായിരിക്കും? ടോട്ടൽ ലോഡ് എന്ന് പറഞ്ഞാൽ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ ആയിരിക്കണ്ടേ അല്ലേ? ഞങ്ങൾ ആലോചിച്ച് നോക്കുന്നത്, അപ്പോൾ നമ്മൾ റെക്ടാങ്കിളിൻ്റെ ഏരിയ അല്ലേ എടുത്തത്? അതുപോലെ ഇവിടെ എന്തായിരിക്കും? ട്രയാങ്കിളിൻ്റെ ഏരിയ ആണ് എടുക്കേണ്ടി വരിക. അപ്പം നമ്മളുടെ ടോട്ടൽ ലോഡ് ഡ്യൂ ടു UVL എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഏരിയ അണ്ടർ ദ ട്രയാങ്കിൾ ആയിരിക്കും. ഏരിയ അണ്ടർ ദ ട്രയാങ്കിൾ എന്തായിരിക്കും? അത് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആയിരിക്കും അല്ലേ? ഹാഫ് BH ആയിരിക്കും. ഹാഫ് BH എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക? ഹാഫ് ഇൻറ്റു 6 ഇൻറ്റു 1 ഈക്വൽസ് 3 kN എന്ന് വരും. ഓക്കെ, 3 kN കിട്ടിയില്ലേ? റൈറ്റ്.
ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇത് എവിടെയാണ് ആക്ട് ചെയ്യുന്നതെന്ന് അറിയണം അല്ലേ? പോയിന്റ് ഓഫ് അപ്ലിക്കേഷൻ. പോയിന്റ് ഓഫ് അപ്ലിക്കേഷൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. ഈ പോയിന്റ് ഓഫ് അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ടാവും, ട്രയാങ്കിളിന്റെ സെൻട്രോയിഡ് എവിടെയാണ് ഉണ്ടാവുക? 2/3 ഫ്രം വേർട്ടെക്സ് ആണ്. ഓക്കെ, ഒരു ട്രയാങ്കിളിന്റെ സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ എന്ന് വിചാരിക്കുക. എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിൾ ഉണ്ട്. ഇതിന്റെ സെൻട്രോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നുണ്ടാവുക. സെൻട്രോയിഡ് ജി ആണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും? ഇറ്റ് വിൽ ബി, ഇത് ബി ആണെന്ന് വിചാരിക്കാം, ഇത് എച്ച് ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ 2/3 ടൈംസ് ബി ആയിരിക്കും സെൻട്രോയിഡ്. ഇങ്ങോട്ടാണെങ്കിലോ b/3 ആയിരിക്കും അല്ലേ? ഇവിടെ 2/3 ബി ആണെങ്കിൽ ഇവിടെ b/3 ആവണ്ടേ? ഇവിടെ 2/3 ബി ആയിരിക്കും, ഇവിടെ b/3 ആയിരിക്കും. അപ്പൊ നമുക്ക് ഈ കേസിൽ നോക്കിയേ, ഇവിടുത്തെ പോയിന്റ് ഓഫ് അപ്ലിക്കേഷൻ എവിടെ ആയിരിക്കും? ഏകദേശം ഇവിടെ ആയിട്ടായിരിക്കും നിങ്ങളുടെ ലോഡ് ആക്ട് ചെയ്യുന്നത് അല്ലേ? അയ്യോ, പറഞ്ഞു അല്ലേ വരച്ചപ്പോ. 3 kN ആണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 2/3 ടൈംസ് 6 മീറ്റർ ഈക്വൽസ് 4 മീറ്റർ എന്ന് വരും. പോയിന്റ് ഓഫ് അപ്ലിക്കേഷൻ ഈക്വൽസ് 2/3 ടൈംസ് ബി ഈക്വൽസ് 2/3 ഇൻറ്റു 6 ഈക്വൽസ് 4 മീറ്റർ. 4 മീറ്റർ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, എവിടെ നിന്നാന്ന് പറയണം അല്ലേ? 4 മീറ്റർ ഫ്രം എവിടെയാണ്? സപ്പോർട്ട് എ. 4 മീറ്റർ ഫ്രം സപ്പോർട്ട് എ. ഇത് കിട്ടിയല്ലോ. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഫിഗറിനെ ഇങ്ങനെ മാറ്റി എഴുതാം അല്ലേ? മാറ്റി വരച്ചുകൂടാ നമുക്ക്? 3 kN ആയി, ഇവിടെ 4 മീറ്റർ ആയി, ഇവിടെ 2 മീറ്റർ ആയി, RA RB എന്നായി. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ മാറ്റി വരച്ച് കാണിക്കുന്നത് കേട്ടോ. നിങ്ങൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ മാറ്റി വരയ്ക്കണമെന്നില്ല, നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. എവിടെയാണ് ഇത് ആക്ട് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് ഇത് ആക്ട് ചെയ്യുന്നതെന്നും മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? നമ്മളുടെ യൂസിങ് ഇക്വേഷൻസ് ഓഫ് ഇക്വിലിബ്രിയം. ഇക്വേഷൻസ് ഓഫ് ഇക്വിലിബ്രിയം എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? സിഗ്മ fx ഈക്വൽ 0 ഗിവ്സ് 0 ഈക്വൽ 0. കാരണം എന്താണ്? എക്സ് ഡയറക്ഷനിൽ ഫോഴ്സ് ഒന്നുമില്ല. വൈ ഡയറക്ഷനിൽ എടുത്താലോ സിഗ്മ fy ഈക്വൽ 0 ഗിവ്സ് വൈ ഡയറക്ഷനിൽ ഫോഴ്സുകൾ എന്തൊക്കെയായിരിക്കും? RA പോസിറ്റീവ് ആണ് കാരണം മുകളിലേക്കാണ്, RB പോസിറ്റീവ് ആണ് മുകളിലേക്കാണ്, -3 ഈക്വൽസ് 0 വിച്ച് ഗിവ്സ് RA പ്ലസ് RB ഈക്വൽസ് 3 kN എന്ന് കിട്ടും. ഇക്വേഷൻ നമ്പർ 1 നോക്ക്. ഓക്കെ, അടുത്തെന്താണ്? മൊമെന്റ് അബൌട്ട് എനി പോയിന്റ് ഈക്വൽ 0. ഞാൻ മൊമെന്റ് അബൌട്ട് എ ഈക്വൽ ടു 0 എടുക്കുകയാണ്. കാരണം എന്താണ്? എ എന്ന് പറഞ്ഞ പോയിന്റിൽ മൊമെന്റ് എടുത്തു കഴിഞ്ഞാൽ ഈ പോയിന്റ് ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെയും നമുക്ക് ഫസ്റ്റ് വാല്യൂ 0 കിട്ടും. അപ്പോൾ 0 ഇൻറ്റു RA എന്ന് വരും. പിന്നെയോ എ എന്നല്ലേ ഡിസ്റ്റൻസ് എടുക്കുന്നത്, അപ്പോൾ എ എന്ന് ആ 3 kN നിങ്ങളുടെ വിരൽ ഓടിക്കുക. 3 താഴോട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വിരൽ എങ്ങോട്ടാണ്? അകത്തോട്ടാണ് പോകുന്നത്. അതായത് വിരൽ കുത്തി കയറ്റാണ് അല്ലേ? അപ്പോൾ എന്തായിരിക്കും? ഇവിടെ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് -3 ഇൻറ്റു 4 എന്ന് വരും. അടുത്തതോ, നിങ്ങൾ ഇനി RBന്റെ ഡയറക്ഷനിലേക്കാണ് പോകേണ്ടത്. നിങ്ങൾ വിരൽ കുറച്ച് ബുദ്ധിമുട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വളയ്ക്കുമ്പോൾ നിങ്ങൾ നോക്കുക, ഇങ്ങനെ പോവും. പിന്നെ RB എങ്ങോട്ടാണ്? മേളിലോട്ടാണ് കൈ വളയേണ്ടത്. അപ്പോൾ നമ്മളുടെ കത്തി എങ്ങോട്ടാണ് ഊരുന്നത്? പുറത്തോട്ടാണ്. അപ്പോൾ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഹിയർ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് +6 ഇൻറ്റു RB ഈക്വൽ ടു 0. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? RB ഈക്വൽസ് 2 kN എന്നും കിട്ടും. ഫ്രം 1 and 2 RA എത്രയായിരിക്കും? 1 kN എന്നും കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെയാണ് നമ്മൾ യൂണിഫോംലി വേരിയിങ് ലോഡിന്റെ പ്രോബ്ലം സോൾവ് ചെയ്യുക. നമുക്കിനി അടുത്തൊരു പ്രോബ്ലം നോക്കാം. ഇനി നമുക്ക് കോമ്പിനേഷൻ പ്രോബ്ലംസ് ആണ്. സാധാരണ എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്നത് ഇങ്ങനത്തെ പ്രോബ്ലംസ് ആയിരിക്കും, കോമ്പിനേഷൻ ആയിട്ടുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ചേ. Simply supported beam AB of span 6 meter carries a point load of 3 kN at 2 meter from end A and 6 kN at 4 meter from end A. Determine the support reactions. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമുക്ക് ഒരു 6 meter സ്പാനുള്ള സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക? സിംപ്ലി സപ്പോർട്ടഡ് ബീം വരയ്ക്കുക. ഒരു പിന്ന്, ഒരു
റോളർ. കഴിഞ്ഞല്ലോ. സ്പാൻ എത്രയാണ്? 6 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഇതിൻ്റെ പേര് എ എന്നും ഇവിടെ ബി എന്നും. അടുത്തെന്താണ്? പോയിന്റിൽ ഒരു 3 കിലോ ന്യൂട്ടൺ 2 മീറ്റർ എന്നാണ്. അപ്പോൾ ഇവിടെ ഒരു 3 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്തു. അടുത്തത് 6 കിലോ ന്യൂട്ടൺ അറ്റ് 4 മീറ്റർ ആണ്. അപ്പോൾ പിന്നെയും ഇങ്ങോട്ട് മാറിയിട്ട് ഒരു 6 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്തു. ഇതിനിടയിലുള്ള ഡിസ്റ്റൻസുകൾ എത്രയായിരിക്കും? ഇവിടെ 2 മീറ്റർ ആയിരിക്കും അല്ലേ? ഇവിടെ 2 മീറ്റർ ആയിരിക്കും, ഇവിടെയും 2 മീറ്റർ ആയിരിക്കും അല്ലേ? കറക്റ്റ് അല്ലേ? പിന്നെ എന്ത് ചെയ്യാം? ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാം. ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുമ്പോൾ എന്താ കിട്ടുക? You have RA, you have RB, then 3 കിലോ ന്യൂട്ടൺ, അടുത്തത് 6 കിലോ ന്യൂട്ടൺ. ഡിസ്റ്റൻസുകൾ എത്രയാണ്? 2 മീറ്റർ, 2 മീറ്റർ, 2 മീറ്റർ. ഇത് വരച്ചു കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് എന്താണ്? ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ റിയാക്ഷൻസ് കണ്ടുപിടിക്കുമ്പം സ്ഥിരമായിട്ട് എപ്പോഴും ഒരേ രീതിയിലുള്ള പ്രൊസീജിയർ ആയിട്ടുണ്ടാവുക. എങ്ങനെയാണ്? ഫസ്റ്റ് സ്റ്റെപ്പ് ഈ ഫിഗർ വരയ്ക്കാം, സെക്കൻഡ് സ്റ്റെപ്പ് ഈ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാം, തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ യൂസിങ് ഇക്വേഷൻസ് ഓഫ് ഇക്വിലിബ്രിയം എന്ന് എഴുതും. യൂസിങ് ഇക്വേഷൻസ് ഓഫ് ഇക്വിലിബ്രിയം. ഓക്കെ, യൂസിങ് ഇക്വേഷൻസ് ഓഫ് ഇക്വിലിബ്രിയം. ആദ്യം തന്നെ നമ്മൾ എന്ത് എഴുതും? സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0. എക്സ് ഡയറക്ഷനുള്ള എല്ലാ ഫോഴ്സും 0നോട് ഇക്വേറ്റ് ചെയ്യാം. ഇത് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ 0 അല്ലേ എല്ലായിടത്തും? എക്സ് ഡയറക്ഷനിൽ ഫോഴ്സേ ഇല്ല. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 0 ഈക്വൽ ടു 0. ഇതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഉപയോഗമില്ല. നമ്മൾ എന്ത് ചെയ്യുക? അടുത്തത് സിഗ്മ എഫ് വൈ ഈക്വൽ ടു 0 എടുക്കും. വൈ ഡയറക്ഷനിലെ ഫോഴ്സ് എല്ലാം ഒന്ന് നോക്കി. ഇനി ആർ എ മേളിലേക്കാണ്, അപ്പോൾ പോസിറ്റീവാണ്. ആർ ബി മേളിലേക്കാണ്, അപ്പോൾ പോസിറ്റീവാണ്. പിന്നെ എന്താ വരുന്നത്? 3 കിലോ ന്യൂട്ടണും 6 കിലോ ന്യൂട്ടണും താഴോട്ടാണ്, അപ്പം നെഗറ്റീവാണ്. -3 - 6 ഈക്വൽ ടു 0. അപ്പോൾ ടോട്ടൽ യു വിൽ ഗെറ്റ് ആർ എ പ്ലസ് ആർ ബി ഈക്വൽസ് 9 കിലോ ന്യൂട്ടൺ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, അടുത്ത നമ്മൾ എന്ത് ചെയ്യാം? സിഗ്മ മൊമെന്റ് അബൌട്ട് എനി പോയിന്റ് ഈക്വൽ ടു 0. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ എ എന്ന് പറഞ്ഞ പോയിന്റ് തന്നെയാണ് മൊമെന്റ് എടുക്കുന്നത്. നമുക്ക് എന്ത് കിട്ടും? ആദ്യം തന്നെ 0 ഇൻറ്റു ആർ എന്ന് ആദ്യം വരും. ഓക്കെ, പിന്നെയോ നമ്മൾ വിരൽ ഓടിക്കുക അല്ലേ? എങ്ങനെയാണ്? എ എന്ന് പറഞ്ഞ പോയിന്റ് നിന്ന് 3 കിലോ ന്യൂട്ടണിലേക്ക് വിരൽ കൊണ്ടുപോയി. 3 താഴോട്ടാണ് ആക്ട് ചെയ്തത്. അപ്പം എൻ്റെ വിരൽ താഴോട്ട് വളഞ്ഞു. എന്ത് പറ്റി? കത്തി അകത്തോട്ടല്ലേ പോയത്? വാട്ട് ഹാപ്പൻസ് ഹിയർ? ഇറ്റ് ബിക്കംസ് -3 ഇൻറ്റു 2. അതുപോലെ നിങ്ങൾ നോക്കിയാൽ അടുത്ത് എന്ത് കിട്ടും? -6 ഇൻറ്റു 4. ആർ ബി എത്തുമ്പോഴത്തേക്കോ ഇങ്ങോട്ട് പോയി. ആർ ബി ഫോഴ്സ് മുകളിലോട്ടാണ്, അപ്പോൾ വിരൽ മുകളിലോട്ട് വളഞ്ഞു, കത്തി പുറത്തോട്ടാണ് ഊരിയത്. അപ്പോൾ എന്ത് പറ്റി? ഹിയർ ഇറ്റ് ബിക്കംസ് +6 ഇൻറ്റു ആർ ബി ഈക്വൽ ടു 0. സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് കിട്ടും നോക്കിയേ? 6 ആർ ബി ഈക്വൽസ് 30 കിലോ ന്യൂട്ടൺ ഓർ ആർ ബി ഈക്വൽസ് 5 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. ഇത് ഇക്വേഷൻ നമ്പർ 2. ഫ്രം ഇക്വേഷൻസ് 1 and 2 we get എന്താണ് കിട്ടുക? ആർ എ ഈക്വൽസ് 4 കിലോ ന്യൂട്ടൺ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? therefore ആർ എ ഈക്വൽസ് 4 കിലോ ന്യൂട്ടൺ, ആർ ബി ഈക്വൽസ് 5 കിലോ ന്യൂട്ടൺ. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, പിന്നെ നമുക്ക് 2 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. പ്രീവിയസിൻ്റെ അകത്ത് ഇതേപോലത്തെ സ്ഥിരമായിട്ട് ചോദിക്കുക തന്നെയാണ്. ഇത് 6 മാർക്കിന് വെച്ചിരിക്കുന്ന ക്വസ്റ്റൻ ആണ്. 6 മാർക്ക് ക്വസ്റ്റൻ ആണത്. ഓക്കെ, പറഞ്ഞിരിക്കുന്നു നോക്കിയേ. എ സിംപ്ലി സപ്പോർട്ടഡ് ബീം എ ബി ഓഫ് സ്പാൻ 4 മീറ്റർ carries 3 point loads of 4 kilonewton, 10 kilonewton and 8 kilonewton at a distance 1 meter, 2 meter and 3 meter from the left end. Calculate the support reactions. Calculate the support reactions ആണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. ആദ്യം എന്ത് ചെയ്യുക? നമ്മളുടെ സിംപ്ലി സപ്പോർട്ടഡ് ബീം വരയ്ക്കാം. ഒരു ഹിഞ്ച്, ഒരു റോളർ. സ്പാൻ എത്രയാണ്? 4 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം ലോഡുകൾ മാർക്ക് ചെയ്യാം. എത്രയൊക്കെയാണ് ലോഡുകൾ? ആദ്യം ഒരു 4 കിലോ ന്യൂട്ടൺ, പിന്നെ ഒരു 10 കിലോ ന്യൂട്ടൺ, പിന്നെ ഒരു 8 കിലോ ന്യൂട്ടൺ ആണ് പറഞ്ഞിരിക്കുന്നത്. അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 1 മീറ്റർ, 2 മീറ്റർ, 3 മീറ്റർ. അപ്പോൾ എല്ലാത്തിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് 1 മീറ്റർ ആണ്. നോക്കിയാൽ നിങ്ങൾ 4 മീറ്റർ സ്പാൻ ആയിരുന്നല്ലേ? 1 മീറ്റർ, 2 മീറ്റർ, 3 മീറ്റർ ഫ്രം ദ ലെഫ്റ്റ് ഹാൻഡ് അല്ലേ? കറക്റ്റ് ആയില്ലേ? പിന്നെ ഇതിനെന്ത് ചെയ്യുക? നമ്മളുടെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുക. ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചാൽ എന്ത് കിട്ടും? ഇവിടെ നിങ്ങൾക്ക് ആർ എന്ന് വരും, ഇവിടെ നിങ്ങൾക്ക് ആർ ബി വരും.
ഇവിടെ 4 kilonewton, 10 kilonewton, 8 kilonewton. Okay, 1 meter, 1 meter, 1 meter, 1 meter. Right? ഞാൻ പറഞ്ഞു അടുത്ത സ്റ്റെപ്പ് എന്താണ്? യൂസിങ് ഇക്വേഷൻസ് ഓഫ് ഇക്വിലിബ്രിയം. ഇക്വേഷൻസ് ഓഫ് ഇക്വിലിബ്രിയം എന്ന് എഴുതുക. സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0. ഇതെന്ത് തരും? 0 ഈക്വൽസ് 0. സിഗ്മ എഫ് വൈ ഈക്വൽ ടു 0. എഫ് വൈ ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? ആർ എ പ്ലസ് ആർ ബി ഈക്വൽസ് 4 + 10 14 + 8 22 kilonewton എന്ന് കിട്ടും. ഓക്കെ, ഞാൻ ഈ ഭാഗം ഡയറക്റ്റ് ആയിട്ട് എഴുതിയെന്നുള്ളൂ കേട്ടോ. നമ്മൾ കഴിഞ്ഞ തവണ പ്രോബ്ലത്തിൽ ചെയ്ത് കാണിച്ചില്ലേ, അപ്പം അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് എഴുതുന്നതാണ്. അടുത്ത എന്ത് ചെയ്തു? മൊമെന്റ് അബൌട്ട് പോയിന്റ് എ ഈക്വൽ ടു 0 എടുത്തു. നമുക്ക് എന്താ കിട്ടുക? 0 × RA. ഓക്കെ, 0 × RA. പിന്നെയോ ഇങ്ങോട്ട് വരും 4 kilonewton താഴോട്ട്, അപ്പം നെഗറ്റീവ് എന്താവും? -1 × 4 -2 × 10 -3 × 8. ഏറ്റവും ലാസ്റ്റോ ഇങ്ങനെ വന്നിട്ട് പുറത്തോട്ടാണ് വരുന്നത്. അപ്പം ഇറ്റ് ബിക്കംസ് +4 × RB ഈക്വൽ ടു 0. ഇത് സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? 4RB ഈക്വൽസ് 24 20 44 448. 48 എന്ന് കിട്ടും. അല്ലെങ്കിൽ RB ഈക്വൽസ് 12 kilonewton എന്ന് കിട്ടും. ഇത് ഇക്വേഷൻ നമ്പർ 2. ഫ്രം 1 and 2 we get RA equals 10 kilonewton എന്ന് കിട്ടും. So therefore finally you have RA equals 10 kilonewton and RB equals 12 kilonewton. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത്. ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഡയറക്റ്റ് 6 മാർക്കാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ. ജസ്റ്റ് ഇതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മതി. മെയിനായിട്ട് നോക്കേണ്ടത് ഈ ഫിഗർ വരയ്ക്കാൻ പഠിക്കുക. ഇത് വായിച്ചു കഴിഞ്ഞിട്ട് ഫിഗർ വരയ്ക്കാൻ ശ്രദ്ധിക്കുക. ഈ ഫിഗർ വരച്ചു കഴിഞ്ഞ് ഇത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം റിപ്പീറ്റഡ് സ്റ്റെപ്പുകളാണ്. ആദ്യം ഇക്വേഷൻസ് ഓഫ് ഇക്വിലിബ്രിയം എന്ന് എഴുതാം. സിഗ്മ എഫ് എക്സ് ഈക്വൽ 0, സിഗ്മ എഫ് വൈ ഈക്വൽ 0, മൊമെന്റ് അബൌട്ട് എ ഈക്വൽ ടു 0. 2 ഇക്വേഷൻ കിട്ടും. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. ഇത്രയും ഈ ഒരു സ്റ്റെപ്പിനകത്തുള്ളൂ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. എ സിംപ്ലി സപ്പോർട്ടഡ് ബീം ഓഫ് സ്പാൻ 6 meter carries a uniformly distributed load of 1.5 kilonewton per meter over a length of 3.5 meter from the right support, in addition to a point load of 2 kilonewton at a distance of 1 meter from the right support. Find the support reactions. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? പിന്നെയും ഫിഗർ കറക്റ്റായിട്ട് വരയ്ക്കാൻ നോക്കണം, എന്നാലേ നിങ്ങൾക്ക് ആൻസർ കിട്ടുള്ളൂ. നമുക്കിവിടെ ഒരു റോളർ ഉണ്ട്, ഇവിടെ ഒരു ഹിഞ്ച് ഉണ്ട്, എല്ലാം ഹിഞ്ച് ഉണ്ട്. അപ്പം നമുക്ക് സിംപ്ലി സപ്പോർട്ടഡ് ആയിട്ടാണ് വരിക. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ബീം ഓഫ് സ്പാൻ 6 meter ആണ് പറഞ്ഞിട്ടുണ്ട്. 6 meter സ്പാൻ ആണ്. UDL 1.5 kilonewton per meter ആണ്. അപ്പോൾ ഇവിടെ UDL ഉണ്ട്. UDL നമുക്ക് വേണമെങ്കിൽ, നേരത്തെ ഞാൻ റെക്ടാങ്കിൾ ആയിട്ടല്ല വരച്ചത്, റെക്ടാങ്കിൾ ആയിട്ടല്ലാതെ ഇങ്ങനെയും വേണമെങ്കിൽ UDL വരയ്ക്കാം. കാരണം ഇത് എളുപ്പമാണ് വരയ്ക്കാൻ അല്ലേ, ഇങ്ങനെ കുത്തി കഴിഞ്ഞിട്ടാൽ മതി. അപ്പോൾ ഇതുകൊണ്ട് വരയ്ക്കാൻ എളുപ്പമാണ് നമുക്ക്. ഇപ്പോൾ 1.5 kilonewton per meter ആണ് പറഞ്ഞിട്ടുണ്ട്. എത്ര ലെങ്ത്തിലാണ് ഇതുള്ളത്? ഇതുള്ളത് 3.5 meter ലെങ്ത്തിലാണ്. വേറെ എന്താ ഉള്ളത്? പോയിന്റ് ലോഡ് ഉണ്ട്. എവിടെയാണ്? 1 meter മാറിയിട്ടാണത്. ഇത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല അല്ലേ, ഇതിൻ്റെ മേളിൽ കൂടെ ആയി കഴിഞ്ഞാൽ. ഞാൻ സൈഡിലോട്ടായിട്ട് എഴുതുകയാണ് ഇതിനെ. 1.5 kilonewton per meter ആണ് ഈ വരച്ചിരിക്കുന്നത്. അടുത്തതോ, നിങ്ങൾക്കൊരു പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. എത്രയാണത്? 2 kilonewton എന്ന് പറഞ്ഞാൽ പോയിന്റ് ലോഡാണ്. ഇതിൻ്റെ ഡിസ്റ്റൻസ് എത്രയാണ്? ഇവിടുന്ന് 1 meter ആണ്. ഫ്രം റൈറ്റ് സപ്പോർട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുവരെ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ കിട്ടിയില്ലേ? ഇനി എന്ത് ചെയ്യാം? ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാം. ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചു. RA, RB, ഇവിടുന്ന് ഒരു 1.5 kilonewton per meter, ഇവിടെ 2 kilonewton,
ഡിസ്റ്റൻസുകൾ എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടുന്ന് 1 മീറ്റർ, ഇവിടുന്ന് 3.5 മീറ്റർ, മൊത്തം 6 മീറ്റർ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ഈ UDL കൊണ്ടുള്ള എഫക്റ്റ് എല്ലാം നോക്കണം അല്ലേ. ഇത് നമ്മൾ ഓരോ തവണയും ഇത് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് സമയം പോകും. അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടെ ഒരു സ്റ്റെപ്പിൽ തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ ചെയ്യുന്ന അതേ സ്റ്റെപ്പ് തന്നെ ഫോളോ ചെയ്ത് ചെയ്യാം. നോക്കി നിങ്ങൾ ആദ്യം എന്ത് ചെയ്യും, യൂസിങ് ഇക്വേഷൻസ് ഓഫ് ഇക്വിലിബ്രിയം എഴുതി ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, സിഗ്മ Fx equal to 0 gives 0 equal to 0. നമുക്ക് x ഡയറക്ഷനിൽ ഫോഴ്സ് ഒന്നുമില്ല, അതുകൊണ്ട് 0 equal to 0 എന്ന് എടുത്താൽ മതി. സിഗ്മ Fy equal to 0 gives y ഡയറക്ഷനിലെ ഫോഴ്സുകൾ നോക്കിയേ എന്തൊക്കെയാണ് ഉണ്ടാവുക. ആദ്യമേ RA പോസിറ്റീവ് ആയിരിക്കും, പ്ലസ് RB പോസിറ്റീവ് ആയിരിക്കും, പിന്നെ താഴേക്കൊരു -2 kN ഉണ്ടാവും, മൈനസ് ഈ 1.5 kN/m ഉണ്ട്. ശ്രദ്ധിക്കണേ, 1.5 ഉണ്ട്, ഇതിൻ്റെ ലെങ്ത് എത്രയാണ്, 3.5 ആണ്. അപ്പോൾ ഇതിൻ്റെ ലോഡ് എത്രയായിരിക്കും, 1.5 × 3.5 ആയിരിക്കില്ലേ. അത് ഞാൻ നേരെ ഇവിടെ എഴുതാം, 1.5 × 3.5 ഈക്വൽ ടു 0. ഇത് എഴുതിയത് മനസ്സിലാക്കുക, നമ്മൾ നേരത്തെ ചെയ്ത അതേ കോൺസെപ്റ്റ് ആണ്. ഈ റെക്ടാങ്കിളിൻ്റെ ഏരിയ ആണ് എന്ത്, ഈ ലോഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടുത്തെ റെക്ടാങ്കിളിൻ്റെ ഹൈറ്റ് എത്രയാണ്, 1.5 kN ആണ്, ലെങ്ത് എത്രയാണ്, 3.5 മീറ്റർ ആണ്. അപ്പോൾ അതിന് ഞാൻ ഇങ്ങോട്ട് എഴുതിയെന്നുള്ളൂ. നമുക്ക് ഇവിടെ നിന്ന് കിട്ടും, RA പ്ലസ് RB ഈക്വൽ ടു ഇത് 5.25 ആണ്, 2 ആണ്, അപ്പം 7.25 kN എന്ന് കിട്ടും. ഇക്വേഷൻ നമ്പർ 1. നെക്സ്റ്റ്, സിഗ്മ മൊമെന്റ് അബൌട്ട് എനി പോയിന്റ് ഈക്വൽ ടു 0. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പോയിന്റ് B എന്ന് എടുക്കുന്നതാണ് ഇവിടെ എളുപ്പം. പക്ഷെ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് മനസ്സിലാവാതെ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും പോയിന്റ് A തന്നെ എടുക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, 0 × RA അല്ലേ. പോയിന്റ് A നിന്ന് എയിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, 0. നമുക്ക് 0 × RA എന്ന് വരും. അടുത്ത എന്താണ് നോക്കുക, 2 kN നോക്കിയാൽ മതി. ഇപ്പോഴും ഇങ്ങോട്ടേക്ക് പോയി 2 kN താഴോട്ട് ആക്ട് ചെയ്തു, നെഗറ്റീവാണ്. അപ്പം -2 × ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് 1 മീറ്റർ ആണ്, മൊത്തം 6 മീറ്റർ ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും, 5 മീറ്റർ ആയിരിക്കില്ലേ. ഈ ഡിസ്റ്റൻസ് 5 മീറ്റർ ആയിരിക്കില്ലേ, അപ്പോൾ × 5 എന്ന് വരും. ഓക്കെ, അടുത്തത് മൈനസ് അല്ലേ, UDL ആണല്ലേ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയി UDL താഴോട്ട് ആക്ട് ചെയ്യണം, അപ്പം നെഗറ്റീവ് ആണ് വരുന്നത്. മൈനസ് ലോഡ് എത്രയാണ് വരുന്നത്, നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തില്ലേ, 1.5 × 3.5. അപ്പോൾ ഇവിടെ അതേപോലെ തന്നെ വരും, 1.5 × 3.5 എന്ന് വരും. നമുക്ക് ലോഡ് മാത്രം മതിയോ മൊമെന്റ് എടുക്കാൻ, പോരാ, ഡിസ്റ്റൻസ് വേണം. ഡിസ്റ്റൻസ് എത്രയായിരിക്കും നോക്കി. ഇവിടെ ഡിസ്റ്റൻസ് എടുക്കുമ്പോഴാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ നിന്നാണ് മൊമെന്റ് എടുക്കുന്നത്, ഈ പോയിന്റ് നിന്നാണ് മൊമെന്റ് എടുക്കുന്നത് അല്ലേ. എവിടേക്കാണ് മൊമെന്റ് എടുക്കുന്നത്, ഈ UDL മേലേക്കാണ് മൊമെന്റ് എടുക്കുന്നത് ആണല്ലോ. UDL മേലേക്കാണ് മൊമെന്റ് എടുക്കുന്നത്. അപ്പം നമ്മളുടെ ഈ UDL ആക്ട് ചെയ്യുന്ന എവിടെയാണ്, ഈ 3.5 മീറ്ററിന്റെ പകുതിയിലാണ്. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. തൽക്കാലം നമുക്ക് ഈ ഒരു കേസിൽ ഈ UDL മാത്രമാണെന്ന് വിചാരിക്കാം. നമുക്ക് UDL മാത്രമായിട്ടാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സെൻട്രോഡൊക്കെ വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോഴത്തേക്ക് ഇവിടെയാണ് വന്നത്. എത്രയാണ് ഈ വന്നത്, ഇവിടുത്തെ ഈ വാല്യൂ എന്ന് പറഞ്ഞാൽ 5.25 ആണ്. ഈ വാല്യൂ 5.25 എന്ന് കിട്ടി. ഈ ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് എത്രയാണ് ഇവിടെ, ഇതെന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, 3.5 മീറ്റർ ബൈ 2 ആയിരിക്കും അല്ലേ. 3.5 മീറ്റർ ബൈ 2 ആയിരിക്കണ്ടേ, കാരണം എന്താ, നേരത്തെ പറഞ്ഞ റെക്ടാങ്കിളിൻ്റെ പകുതിയിലായിരിക്കും ആണല്ലോ. ഇത് 3.5 ബൈ 2 ആയിരിക്കും. പക്ഷേ നമ്മൾ എവിടെ നിന്നാണ് മൊമെന്റ് എടുക്കുന്നത്, നമ്മൾ ഈ പോയിന്റ് നിന്നാണ് മൊമെന്റ് എടുക്കുന്നത് ആണ്. അപ്പം ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഈ ഡിസ്റ്റൻസ് പ്ലസ് ഈ ഡിസ്റ്റൻസ് ആയിരിക്കും അല്ലേ. ഇത് എത്രയാണ്, ഈ 3.5 ബൈ 2 ഇവിടെ പോയി കഴിഞ്ഞാൽ ഇവിടെ 3.5 ബൈ 2 ഉണ്ടാവും. ബാക്കി ഇവിടെ എത്രയാണ്, ഇവിടെ 3.5 ആണെങ്കിൽ ഇവിടെ 2.5 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ വരേണ്ടത് 2.5 പ്ലസ് 3.5 ബൈ 2 എന്നാണ്. ഇത് ശ്രദ്ധിക്കുക, ഈ ഒരു കോൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. UDL വരുന്ന സമയത്ത് നിങ്ങൾക്ക്
എപ്പോഴും കൺഫ്യൂഷൻ വരാനും മിസ്റ്റേക്ക് പറ്റാനുള്ള സാധ്യത ഇവിടെയാണ്. അപ്പോൾ ഞാൻ ഈ കോൺസെപ്റ്റ് ഒന്നുകൂടെ പറഞ്ഞുതരാം. നമുക്ക് ഇവിടെ രണ്ട് ഫോഴ്സുകളാണ് ഉണ്ടായിരുന്നത്, 2 കിലോന്യൂട്ടണും ഈ 1.5 കിലോന്യൂട്ടൺ പെർ മീറ്ററും. ഈ 2 കിലോന്യൂട്ടൻ്റെ കേസ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അറിയാം, ഒന്നും പേടിക്കാനില്ല. ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 5 മീറ്റർ ആണ്. അപ്പോൾ അത് നമ്മൾ നേരെ കൊടുത്തു. അടുത്തത് യു ഡി എൽ ആണ്. യു ഡി എല്ലിൻ്റെ ടോട്ടൽ ലോഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഈ വാല്യൂ ഇൻറ്റു ആ ലെങ്ത് ആണ്. അപ്പോൾ എത്രയാണ്? 1.5 ഇൻറ്റു 3.5 എന്നാണ്. പക്ഷേ ഈ യു ഡി എൽ ആക്ട് ചെയ്യുന്നത് എവിടെയായിരിക്കും? ഈ റെക്ടാങ്കിൾ, അതായത് ഈ യു ഡി എൽ ആക്ട് ചെയ്യുന്ന ലെങ്ത്തിൻ്റെ പകുതിയിലായിരിക്കും. അപ്പോൾ ആ ടോട്ടൽ ലോഡ് ആയിട്ടുള്ള ഈ 5.25 എവിടെയാണ് ആക്ട് ചെയ്യുക? ഈ ലെങ്ത് ആയിട്ടുള്ള 3.5ൻ്റെ പകുതിയിലാണ് ആക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ 3.5/2 കിട്ടിയില്ലേ? പക്ഷെ നമ്മൾ മൊമെൻ്റ് എടുക്കുന്നത് എവിടെ നിന്നാണ്? നമ്മൾ മൊമെൻ്റ് എടുക്കുന്നത് ഈ പോയിന്റിൽ നിന്നാണ് മൊമെൻ്റ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഇവിടെ വരെ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ആദ്യം ഇവിടുന്ന് ഇവിടെ വരെ 2.5 ഉണ്ടാവും, പിന്നെ ഇവിടുന്ന് ഇവിടെ 3.5/2 ഉണ്ടാവും. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്ന് വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ വരാൻ കാരണം. ഓക്കെ, അടുത്ത എന്ത് വരും? നമ്മൾ ലാസ്റ്റ് പറഞ്ഞ പോലെ തന്നെയും RB പോസിറ്റീവ് ആയിരിക്കും. ഇവിടെ ഇങ്ങോട്ട് നോക്കുമ്പോൾ എന്തായി? +6RB = 0 എന്ന് വരും. ഇത് സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? RB = 5.38 കിലോന്യൂട്ടൺ എന്നും കിട്ടും. RA = 1.87 കിലോന്യൂട്ടൺ എന്നും കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങൾ ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. ഇതും 6 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ദിസ് ഈസ് ഓൾസോ എ 6 മാർക്ക് ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ഞാൻ നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് പ്രോബ്ലം തരാണ്. ഹോംവർക്ക് പ്രോബ്ലം അത് ഞാൻ നിങ്ങൾക്കൊന്ന് വായിച്ചു തരാം. എ സിംപ്ലി സപ്പോർട്ടഡ് ബീം ഓഫ് സ്പാൻ 8 meter carries UDL of 3 kilonewton per meter, length 2 meter from left support, point load of 2 kilonewton at 3 meter from left support, UDL of 2 kilonewton per meter at 2 meter from right support. കുറേ ലോഡുകളുണ്ട് അല്ലേ? നമുക്ക് ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫിഗർ ഒന്ന് വരച്ചു തരാം. നിങ്ങൾ കാൽക്കുലേഷൻ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ആദ്യം എന്താണ്? നമ്മൾ ഫ്രീ ബോഡി വരയ്ക്കാം. നമുക്ക് ഇത് വരയ്ക്കാം അല്ലേ? നമ്മളുടെ പിൻ സപ്പോർട്ട് വന്നു, റോളർ സപ്പോർട്ട് വന്നു. സ്പാൻ 8 meter ആണ്, 3 kilonewton per meter at 2 meter from left support. അപ്പം ഇവിടുന്ന് 3 kilonewton per meter ആണ്. എത്രയാണ് ഇതിൻ്റെ ലെങ്ത്? 2 meter ആണ്. AB എന്ന് വിളിച്ചു ഇതിന്. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ളതിനകത്ത് ഒരു 2 kilonewton ആക്ട് ചെയ്യുന്നുണ്ട്. ഈ ഡിസ്റ്റൻസ് എത്രയാണ്? 3 meter ആണ് തന്നിട്ടുണ്ട്. UDL of 2 kilonewton per meter at 2 meter from right support. ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും 2 kilonewton per meter ആണ്. എത്രയാണ് ഇവിടുന്നുള്ള ലെങ്ത്? ഇവിടുന്നുള്ള ലെങ്ത് എന്ന് പറഞ്ഞാൽ 2 meter ആണ്. മൊത്തം സ്പാൻ്റെ ലെങ്ത് എത്രയാണ്? 8 meter ആണ്. You have to calculate what is RA and RB. ഓക്കെ, ഇത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. നമ്മൾ ഇന്ന് നോക്കിയത് ആദ്യം യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് വരുമ്പോൾ എങ്ങനെയായിരിക്കും, യൂണിഫോംലി വേരിയിങ് ലോഡ് വരുമ്പോൾ എങ്ങനെയായിരിക്കും, കോമ്പിനേഷൻ വരുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഹോംവർക്ക് കൂടെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഹോംവർക്ക് കൂടെ ചെയ്തിട്ട് ഞാൻ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇത് അപ്ലോഡ് ചെയ്യും. അതിനകത്ത് നിങ്ങൾ അസൈൻമെൻ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യും. ഓക്കെ, താങ്ക് യു.